ഒരു റീക്യാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്കൊപ്പം. വാട്ട് റിയലി ഹാപ്പൻസ്? ഞാൻ ഏതെങ്കിലും TV പ്രോഗ്രാമിൽ അഥവാ ഫിലിമിൽ അല്ലെങ്കിൽ നോവലിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് വി നോട്ട് ട്രൈങ് ടു സേ ഞാൻ ഇത് കാണുന്നില്ല. ഫണ്ടമെന്റൽ ഓഫ് കോഴ്സ് നാം ചൂസ് ചെയ്യണം ഞാൻ എന്ത് കാണണം. കാരണം ഇൻഫോർമേഷനുള്ളിൽ ഫീഡ് ആകുന്നുണ്ട്. കേവലം ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, കണ്ടുകൊണ്ടും എങ്ങനെ കാണാം. യു നോ, ആൻഡ് ഇറ്റ്സ് എപ്ലിക്കബിൾ ബോത്ത് ദ പ്ലേസസ്. ഏതുപോലെ മൂവിയെ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടും എങ്ങനെ കാണാം. ഈ കാര്യങ്ങൾ തന്നെയാണ് താങ്കളുടെ പ്രാക്ടിക്കൽ ഡേ ടു ഡേ ലൈഫ് വരുന്നത്. ഈ ഡ്രാമ മുഴുവൻ ദിവസവും ഇതിനെ നാം ഡ്രാമ എന്ന് തന്നെ പറയും. മൈ ജേർണി ഓഫ് ലൈഫ് ഈസ് എ ഡ്രാമ. വൈ ഇറ്റ് ഈസ് എ ഡ്രാമ? ബിക്കോസ് ഒരു സീനിന് ശേഷം അടുത്ത സീൻ വിത്ത് സോ മെനി ആക്ടേഴ്സ് ഇൻവോൾവ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും ഡ്രാമയുടെ ഓരോ സീനിനെയും എങ്ങനെ കാണാം. അപ്പോൾ എപ്പോഴാണ് നാം മൂവി കാണുന്നത് അഥവാ TV കാണുന്നത്? ജസ്റ്റ് വാച്ച് യുവർ സെൽഫ്. ഇപ്പോൾ നിങ്ങൾ ഹാഫ് ആൻ അവറിന്റെ സീരിയൽ കാണുന്നു അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ മൂവി കാണുകയാണ്. കേവലം ഇന്ന് വൈകുന്നേരം താങ്കൾ എന്തെങ്കിലും കാണുന്നു. അത് കണ്ടുകൊണ്ടും തന്റെ മനസ്സിനെ എങ്ങനെ നോക്കാം. ആക്ച്വലി ഐ വോണ്ട് ടു ഷെയർ വാട്ട് ഐവ് ഗോട്ട് ഹാപ്പൻ ടുഡേ. ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഡ്രൈവർ പാട്ടിട്ടു. അതെന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ പാട്ടായിരുന്നു. ഒരു നിമിഷം എനിക്ക് സ്ട്രൈക്കായി. ഞാൻ പാട്ട് കേൾക്കുന്നതിൽ മുഴുകാൻ പോവുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബട്ട് അതിന്റെ അട്രാക്ഷൻ വളരെ കൂടുതലായിരുന്നു പാട്ടിന്റെയും പാട്ടിന്റെ വരികളുടെയും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഗാനങ്ങളുടെ വരികൾ എന്നെ ഇൻവോൾവ് ആക്കി. ഇത് മാത്രമല്ല ആ ഇമോഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം എനിക്ക് കാണാൻ സാധിച്ചിരുന്നു, നാം അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു വേണ്ട, എനിക്ക് ആ ഇമോഷൻസ് വരെ പോകണ്ട, എനിക്ക് തിരിച്ചു വരണം എന്റെ തോട്ട്സിലേക്ക്. എനിക്ക് തിരിച്ചു വരാൻ മനസ്സ് വന്നില്ല, കാരണം അതിൽ എൻജോയ്മെന്റ് ആയിരുന്നു. അതൊരു സ്റ്റിമുലസ് ആയിരുന്നു. അതെന്റെ ഉള്ളിൽ ആ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാൽ ഹാപ്പിനെസ് അഥവാ പെയിൻ രണ്ടും ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് ബോഡിയുടെ ഉള്ളിൽ. ആൻഡ് മൈൻഡ് നീഡ്സ് ദാറ്റ് ഗ്രേവി, ബട്ട് ദ ബോഡി ഓൾസോ നീഡ്സ് ദോസ് ഹോർമോൺസ്. സോ ഇഫ് ഐ എം വെരി വെരി സ്റ്റേബിൾ, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ദിസ് ഓൾസോ ഡെവലപ്സ് പതുക്കെ പതുക്കെ, നോ ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്നാൽ എന്റെ ബോഡിയുടെ കുറിച്ച് വളരെയധികം ഉണ്ട്, എഡിക്ഷൻസ് ഉണ്ടാവുന്നു. ആ ഹോർമോൺസിന്റെ ഒരു എഡിക്ഷൻ എനിക്കുണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തു നിന്ന് വേണമെന്ന ആഗ്രഹം ഉണ്ടാവും. സ്റ്റിമുലസിന്റെ ആ സ്റ്റിമുലസ് വരും. ആ സ്റ്റിമുലസ് എന്റെ ഉള്ളിൽ ആ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമോഷൻസ് ക്രിയേറ്റ് ആകുന്നത് പോലെ എന്റെ ദേഹത്തിനുള്ളിലും ആ ഹോർമോൺസ് സെക്രീറ്റ് ആകും. ആൻഡ് ഐ ഫീൽ ഗുഡ്. എന്ത് സാധനമാണോ എനിക്ക് വേണ്ടിയിരുന്നത് അത് ലഭിച്ചു. പിന്നീട് ഈവൻ വേദനയുടെ ആയിക്കോട്ടെ, സിക്ക് യുനോ ഇമോഷൻസ് ആകട്ടെ, അഡ്രിനാലിൻ സെക്രീറ്റ് ആകട്ടെ, എന്നാൽ അത് സെക്രീറ്റ് ആയില്ലേ, ബോഡിക്ക് അത് വേണമായിരുന്നു, അത് സെക്രീറ്റ് ആയി. ഐ ഫീൽ ഗുഡ്. ദെൻ ഐ സേ ദിസ് ഇസ് എന്റർടൈൻമെന്റ്. യുനോ ഇത് എനിക്ക് വേണമായിരുന്നു. ദിസ് മേക്സ് മീ ഫീൽ ഗുഡ്. ഈവൻ ഇഫ് ഐ ഹാവ് ക്രൈഡ് ഫോർ ഹാഫ് ആൻ അവർ, ഹൗ ക്യാൻ ആഫ്റ്റർ ക്രൈങ് യു ഫീൽ ഗുഡ്? അതർവൈസ് അപ്പോൾ ഒരു ലോജിക്കേ ഇല്ല. താങ്കൾ അരമണിക്കൂർ പിക്ചർ കണ്ടു, എത്ര പ്രാവശ്യം കരഞ്ഞു, അതിനൊപ്പം ഇവിടെ താങ്കൾ ഹാങ്കി പോലും എടുക്കേണ്ടി വന്നു. ആൻഡ് ദെൻ വി സേ ഐ ഫെൽറ്റ് ഗുഡ്. After watching the movie, what felt good? Somewhere those emotions got created, the body secreted. What I have to do, and I was like, okay, this is what is my need. Drugs ഇല്ലേ, ഡാമേജിങ് ആണ്, എന്നാൽ ബോഡിക്ക് ശീലമായി പോയി. അപ്പോൾ ബോഡി എടുക്കാത്തിടത്തോളം ആ സാധനത്തെ അത് ഐ ഫീൽ ഗുഡ് എടുക്കാതിരിക്കുന്നത് അൺകംഫർട്ടബിൾ ആയി തോന്നും. അപ്പോൾ ഇതുപോലെ എനിക്ക് പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ നിന്ന് ആ സ്റ്റിമുലസ് ലഭിക്കുന്നുണ്ടെങ്കിൽ ദെൻ പതുക്കെ പതുക്കെ ഐ സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇതെനിക്ക് കാണുക തന്നെ വേണം. ഇന്ന് എനിക്ക് ടൈമിൽ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ലൈറ്റ് ഇല്ല വീട്ടിൽ, ആ പ്രോഗ്രാം വരുന്നില്ല, ഐ വിൽ ഫീൽ വെരി വെരി അൺകംഫർട്ടബിൾ. സോ ദിസ് ഇസ് ലൈക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ശീലമുണ്ട്, എന്നാൽ അത് ലഭിച്ചില്ല. അപ്പോൾ താങ്കൾക്ക് ആ പാട്ടിനോടായിരുന്നത് പോലെ നെക്സ്റ്റ് ടൈം നമുക്ക് എക്സ്പെരിമെന്റ് ഇത് വെച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും. നാം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ജസ്റ്റ് കാണാൻ വേണ്ടി അവർ മൈൻഡ് ഇസ് ക്വൈറ്റ് സ്റ്റിൽ, യുനോ. ഇൻഫാക്ട് ആദ്യം അവർ മൈൻഡ് ഇസ് വിത്ത് അതർ തോട്ട്സ്. So this is about what watching our mind. It's very interesting. നാം വന്നിരുന്നു ടിവിയുടെ മുമ്പിൽ. ആദ്യം കുറച്ചു സമയം എന്റെ മനസ്സിൽ മറ്റെന്തോ നടന്നുകൊണ്ടിരുന്നു. എന്തുപേക്ഷിച്ചിട്ടാണോ നമ്മൾ വന്നത് അതിനെ പറ്റി, ഇപ്പോൾ ഓഫീസിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്. പക്ഷെ പതുക്കെ പതുക്കെ ആ തോട്ട്സ് ഇല്ലാതാവും. ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് എ ലിറ്റിൽ സ്റ്റേജ് വേർ യു ആർ ഇൻ, യു നോ, നോട്ട് ടു മെനി തോട്ട്സ്. ദിസ് മൈൻഡ് ഇസ് ബിക്കം ഇൻ എ സൈലന്റ്. കാരണം എന്ത് തരത്തിലുള്ള ചിന്തകൾ കൊണ്ടാണോ വന്നത് തീർന്നു പോകുന്നു, അതെല്ലാം ഇല്ലാതായി. അപ്പോൾ മൈൻഡ് കുറച്ച് കുറച്ച് സ്റ്റില്ലായിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റിൽനെസ്സിന്റെ സ്റ്റേജില്ലേ, ഇതാണ് യു ആർ ഹിയർ, പ്രോഗ്രാം ഇസ് ദെയർ, ആൻഡ് താങ്കൾ അതിനെ ഡിറ്റാച്ച്ഡ് ഒബ്സർവറിനെ പോലെ താങ്കൾ ഈ പ്രോഗ്രാമിനെ കാണുന്നു. അതിൻ്റെ ഇഫക്റ്റ് എൻ്റെ മേൽ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം കുറച്ചു നേരത്തേക്ക് ഉണ്ടാകുന്നുള്ളൂ. പതുക്കെ പതുക്കെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് വരും. അത് വരുമ്പോൾ നാം ജഡ്ജ്മെന്റിലാകാൻ തുടങ്ങും. ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വാട്ട് ആർ ആ ഒപ്പീനിയൻ, കണ്ടോ അവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കണം, വാട്ട് നെക്സ്റ്റ്. ഈവൻ ഇൻ ദ ക്രിക്കറ്റ് ഇങ്ങനെ എന്തുകൊണ്ട്,
ഓ ക്രിക്കറ്റ് ബോൾ. യു സീ, സോ ദ സെക്കൻഡ് സ്റ്റേജ് ബിക്കംസ് ജഡ്ജ്മെന്റൽ. നാം നമ്മുടെ ഒപ്പീനിയൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ട്രിക്സ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ. ഈവൻ ദ ആക്ടേഴ്സ് ക്ലോസ്ഡ്, ബട്ട് ദ സീൻ, വാട്ടർ, എവറിത്തിങ്, ഐ സ്റ്റാർട്ട് ബിക്കമിങ് ജഡ്ജ്മെന്റൽ. നാം ജഡ്ജ്മെന്റൽ തുടങ്ങുക അർത്ഥം എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ എന്നതിന്റെ ക്വസ്റ്റ്യൻ മാർക്സിന്റെ സീരീസിലേക്ക് പോയി. ഈ ഉണ്ടായിരുന്ന സ്റ്റിൽനെസ് അതെന്താവും? അതില്ലാതായി. ബിക്കോസ് അവർ മൈൻഡ് ഇങ്ങനെ ഇങ്ങനെ, ഇതെന്തുകൊണ്ട്, ഇങ്ങനെയായാലും എങ്ങനെയാ, ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ദ മൈൻഡ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ് ആൻഡ് ആ സ്റ്റിൽനെസ് അതില്ലാതായി. സോ ദിസ് വാസ് ദ സെക്കൻഡ് സ്റ്റേജ്. ദ തേർഡ് സ്റ്റേജ് വരുന്നത് നാം ആ ക്യാരക്ടറിന്റെ സ്റ്റോറിയെ ഉള്ളിൽ ഇൻവോൾവ് ആവുന്നു, പൂർണ്ണ ഇൻവോൾവ് ആവുന്നു. ആൻഡ് ദാറ്റ് സ്റ്റേജ് വിൽ ബി എ ക്യാരക്ടർ. ആ ഇമോഷൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഇമോഷൻ ഐ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ഹിയർ. അപ്പോൾ പിന്നെ ഐ എം ടോട്ടലി ഇൻ ദ സ്റ്റോറി, ലൈക്ക് പൂർണ്ണമായും. Then I have other thoughts, and then my creativity is over, because now I am only creating what they are creating. എനിക്ക് എന്റേതായ ഒന്നും തന്നെ ഇല്ല. അതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന് മുമ്പ് ജഡ്ജ്മെന്റിലായിരുന്നു. ചെയ്യുകയായിരുന്നു. പക്ഷെ എപ്പോൾ ജഡ്ജ്മെന്റ് ആയി, അപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിയേറ്റിവിറ്റി ഇല്ല. താങ്കൾ ജഡ്ജ്മെന്റ് ആവുമ്പോൾ താങ്കളുടെ എനർജി പതുക്കെ പതുക്കെ തീരാൻ തുടങ്ങും. കാരണം താങ്കൾ മറ്റെന്തിനെയോ കൺട്രോൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയോ താങ്കൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതില്ല താനും. I can sit across the television and keep on saying what I want to say. എനിക്ക് എത്രത്തോളം ജഡ്ജ്മെന്റിലാകാൻ സാധിക്കും? Can I do anything about it? ഞാൻ താങ്കളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുമ്പിലിരുന്നുകൊണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നു, ഇത് ധരിക്കാൻ പാടില്ലായിരുന്നു, ഇതായിരുന്നു ധരിക്കേണ്ടത്, ഈ സെറ്റ് ഇങ്ങനെ വേണ്ട. Can I do anything about it? No. I am thinking of those things which are not in my control. my control. But I have a right to have my own opinion. That's okay. That's okay. That's fine. You have a right. എന്നാൽ താങ്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെ താങ്കളുടെ തോട്ട് കണ്ടിന്യൂസ്ലി ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ആ കാര്യങ്ങളെ പറ്റി, താങ്കളുടെ കൺട്രോളിൽ അല്ലാത്തവയെ പറ്റി. യൂസ്ഫുൾ എനർജി? No, it can't be. Yes. Actually, I know it's of no use. ഇറ്റ്സ് എ ഡ്രെയിൻ. ഇത് താങ്കളുടെ ഡ്രെയിൻ തുടങ്ങിയിരിക്കുകയാണ്. ആ ഉണ്ടായിരുന്ന സ്റ്റിൽനെസ് താങ്കളുടെ ഡ്രെയിനേജ് തുടങ്ങിയിരിക്കുന്നു. കാരണം താങ്കൾ ഓരോ തോട്ട് ക്രിയേറ്റ് ചെയ്തു, അത് താങ്കളുടെ കൺട്രോളിൽ. ആക്ച്വലി ഇതിലൂടെ എനിക്ക് ശീലമുണ്ടാവും. എക്സാക്ട്ലി ഈ സാധനം തന്നെയാണ് പിന്നീട് പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നത്. താങ്കൾ പറഞ്ഞില്ലേ, ഡു ഐ നോട്ട് ഹാവ് ദ റൈറ്റ് ടു ഹാവ് എൻ ഒപ്പീനിയൻ? യെസ്. So then I'll have my right മുഴുവൻ ദിവസത്തിലും with everyone. ഈ തീർത്തും സെയിം ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് ദിവസത്തിലെ നാടകത്തിൽ സംഭവിക്കുന്നത്. ടെലിവിഷന്റെ ഡ്രാമയോടൊപ്പം പ്രാക്ടീസ് ഉണ്ടായിരുന്നത് ആ സാധനം തന്നെ പിന്നീട് ഹാബിറ്റായി. അപ്പോൾ അതേ സാധനം തന്നെ എന്റെ ഡേ ടു ഡേ ലൈഫിൽ വരുന്നു. സോ വി വെന്റ് ത്രൂ ദീസ് 3 സ്റ്റേജസ്. ആദ്യം സ്റ്റിൽനെസ്, പിന്നെ ജഡ്ജ്മെന്റൽ, ആൻഡ് മൂന്നാമത്തേത് പൂർണ്ണമായ രീതിയിൽ ഇൻവോൾവ്. ആൻഡ് എപ്പോഴാണോ പൂർണ്ണമായ രീതിയിൽ ഇൻവോൾവ് ആയി, അപ്പോൾ എന്റെ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സ്വന്തം കപ്പാസിറ്റി അതുപോലും മറന്നുപോയി. എന്റെ തോട്ടിന്റെ പവർ ഞാൻ ടോട്ടലി ആ പ്രോഗ്രാമിന് നൽകി. Now this, because I am doing every day. It's not like I am watching a movie. Just once in while, yeah, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. once in a while അല്ല, നാം ദിവസവും ചെയ്യുന്നു. ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ Of course, habit. അതിന്റെ ഹാബിറ്റായി. ഇപ്പോഴാണ് നമ്മൾ മുമ്പിലത്തെ പ്രാവശ്യം കണ്ടു, കേവലം ഓഫീസ് മാത്രമേ ദേഷ്യപ്പെടുന്നുള്ളൂ, ഇങ്ങനെ ചിന്തിച്ച് ദേഷ്യപ്പെട്ടാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. എന്നാൽ അതായിത്തീരുന്ന എന്റെ ഹാബിറ്റാണ്. ആ ഹാബിറ്റ് എന്നോടൊപ്പം എല്ലാ സ്ഥലത്തും വരുന്നു, എല്ലാവിടേക്കും എന്റെ പേഴ്സണാലിറ്റി ആകുന്നു. യെസ്, നൗ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ആക്ച്വലി. അപ്പോൾ ഇതായിരുന്നു. ഇരുന്ന് കാണാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ, ഒരു സാക്ഷി ദൃഷ്ടാവായിരുന്നു. എന്നാൽ അരമണിക്കൂർ, ആ മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ ഡ്രാമയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ട് നുഴഞ്ഞു കയറി. ഇപ്പോൾ ഇതേ കാര്യം പിന്നീട് മുഴുവൻ ദിവസവും സംഭവിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്ക് അതൊരു ഹാബിറ്റായി മാറി. ഇപ്പോൾ പതുക്കെ പതുക്കെ ആ സാക്ഷി ദൃഷ്ടാവുക എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വൊക്കാബുലറി ഇതായി മാറി. അറ്റാച്ച്മെന്റ് നാച്ചുറൽ ആണ്. ഡിറ്റാച്ച്മെന്റിന്റെ കൺസെപ്റ്റ് കംഫർട്ടബിളായി നമുക്ക് തോന്നിയില്ല. ആൾക്കാർക്ക് വളരെ കോൾഡായി തോന്നും, നാം വളരെ സ്റ്റില്ലാണ്, നാം വളരെ ഡിറ്റാച്ച്ഡ് ആണ്, നമ്മുടെ മേൽ എന്തുകൊണ്ട് പ്രഭാവം ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ പ്രഭാവം ഉണ്ടാകുന്നതിന്റെ ആ ശീലം ഉണ്ടായത് ഇതിലൂടെയാണ് ഉണ്ടായത്. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴാണോ ഇപ്പൊ സംഭവിച്ചില്ലേ, മുംബൈയിലെ അറ്റാക്ക് ഉണ്ടായില്ലേ, അപ്പോൾ അതിലെനിക്ക് എത്ര ദിവസങ്ങളുള്ള നിരന്തരമായിട്ട് ഞാൻ മുഴുവൻ ടൈം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്നാ ഇപ്പോൾ ഇത് തന്നെ താങ്കൾ നോക്കൂ, ന്യൂസിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു, അബ്സല്യൂട്ട്ലി അതല്ല, കംഫർട്ടബിൾ അല്ല ആ കാര്യം. എന്നാൽ നാം അതിനെ 24 മണിക്കൂർ ദിവസവും സ്ട്രെച്ച് ചെയ്യുന്നു. ഇതിൽ നാം എന്താണ് ചെയ്യുന്നത്? ആരെങ്കിലുമായി എന്തെങ്കിലും സംഭവിച്ചു, അതും വായിച്ചുകൊണ്ട് നാം അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അത് വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അവരോട് ചോദിക്കും, താങ്കൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? സംവെയർ വി ആർ യൂസിങ് ഇമോഷൻസ് ആൻഡ് ദ അതർ പേഴ്സൺസ് ഫീലിംഗ് ടു സെൽ ഇറ്റ് ഇൻ ടു ദ മാർക്കറ്റ്. എന്തിന്? കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നു, ഇത് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു. ദിസ് സൗണ്ട്സ് വെരി ഹാർഷ്, but it's the truth.
നമുക്ക് തോന്നുന്നുണ്ട് ഇത് ദയയാണ്. ആക്ച്വലി അല്ല. അവർക്ക് ദയ വേണ്ട, അവർക്ക് കമ്പാഷനാണ് വേണ്ടത്. അവർക്ക് ലവ് വേണം. എന്നാൽ ലവ് ഇല്ല. ഇനി നമ്മളും പെയിൻ ക്രിയേറ്റ് ചെയ്യാണ് ഇതുപോലെ. ഇത് കണ്ട് ഈ മുഴുവൻ ടെറർ അറ്റാക്ക് നടന്നു. അപ്പോൾ വാട്ട് വാസ് ദ ഇൻഫോർമേഷൻ ദാറ്റ് വാസ് ബീയിങ് ഓഫ് ലുക്ക്ഡ് എവറിവെയർ? ഈ കാര്യത്തിന്റെ മേൽ നിങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പ്, ദേഷ്യം ഉണ്ടാവണം. വൈ ആർ യു നോട്ട് ആംഗ്രി? പീപ്പിൾ ഷുഡ് ഗെറ്റ് ആംഗ്രി. അതാണ് സൊല്യൂഷൻ. ഹൗ ക്യാൻ ആങ്കർ വിത്ത് ദ സൊല്യൂഷൻ ടു ആങ്കർ? ആരെന്ത് ചെയ്തോ ദാറ്റ് വാസ് എ സൈൻ ഓഫ് ആങ്കർ, റിസെന്റ്മെന്റ്. ഓൾറെഡി ആ സ്ഥലത്തിൽ ആ ഒരു അന്തരീക്ഷം പരന്നു. വേദനയായിരിക്കാം. വളരെയധികം ആൾക്കാരുടെ ജീവിതം മുകളിലേക്കും താഴേക്കും പോയി. വളരെ പേർ ഭയത്തിലായിരുന്നു. അവനവന്റെ വീടുകളിൽ ട്രാപ്ഡ് ആയിരുന്നു. ഇൻ ആൻ എൻവിറോൺമെന്റ് അവിടെ ഓൾറെഡി ഇത്രത്തോളം പെയിൻ ആണ്, അത്രത്തോളം വേദന. വി ആർ ട്രൈങ് ടു ഇൻഫാക്ട് ഇങ്ങനെയുള്ള കാര്യമേ സംസാരിക്കൂ. ആ സിറ്റുവേഷൻ ഇനിയും നാം ഏത് അവസ്ഥയിലായിരുന്നു, ആ സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പറയും. അതിൽ പൂർണ്ണ രീതിയിൽ പൂർണ്ണമായും ആരാണോ വാച്ച് ചെയ്യുന്നത്, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ എല്ലാം മനസ്സുകളെ ക്യാപ്ചർ ചെയ്യണ്ടേ? ബട്ട് നോട്ട് ഈവൻ സീ. നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാം ഇൻഫോർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം എൻ്റെ മൈൻഡിൽ ഇമ്മീഡിയറ്റ്ലി എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? I will tell you a very beautiful thing that happened at the Brahma Kumaris. We are not saying ഇത് നടക്കണമായിരുന്നു. Something very very nice that happens here is, ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ എന്ത് തന്നെ സംഭവിച്ചാലും അല്പമെങ്കിലും ഉയർച്ച താഴ്ച, അതിപ്പോ നാച്ചുറൽ കലാമിറ്റീസ് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഇമ്മീഡിയറ്റ്ലി എവ്രിവൺ നോസ് ദിസ്. എല്ലാ സെന്ററിലും നമ്മൾ എത്ര സഹോദരി സഹോദരന്മാരുണ്ടോ, വി ഹാവ് കളക്റ്റീവ് മെഡിറ്റേഷൻ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വെവ്വേറെ അവനവന്റെ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്യും. എന്നാൽ കളക്റ്റീവ് ടൈം ഫിക്സ് ചെയ്ത് നാം എല്ലാം സെൻട്രൽ വന്നിരിക്കും. സെൻട്രൽ ഒരുമിച്ച് കൂടി വി ക്രിയേറ്റ് വൈബ്രേഷൻസ് ഓഫ് പീസ്, ലവ് ആൻഡ് പവർ. കാരണം ഭഗവാൻ പരമാത്മാവ് എല്ലായ്പ്പോഴും പറയും, വേദന ഓൾറെഡി ഉണ്ട്. താങ്കൾ വേദനയെ പറ്റി ചർച്ച ചെയ്ത് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടും കണ്ടും വേദന ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഈ ടൈമിൽ? ഡോണ്ട് ദിസ് സീ ഇറ്റ് ഇസ് എ സ്റ്റിമുലസ്. സീ വാട്ട് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി നൗ? അവിടെയാണെങ്കിൽ വേദന, നാം എന്താ അയക്കേണ്ടത്? നമുക്ക് സ്നേഹമാണ് അയക്കേണ്ടത്, നമുക്ക് ശാന്തിയാണ് അയക്കേണ്ടത്. എന്നാൽ നമ്മൾ എപ്പോൾ അയക്കാൻ സാധിക്കും? നാം ഡിറ്റാച്ച്ഡ് ആയിരിക്കുമ്പോൾ. എന്നാൽ ഞാൻ തന്നെ വേദനയിലാണ്. അയ്യോ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? അൺനോയിങ്ലി ഞാൻ പതുക്കെ കൊടുത്തോണ്ടിരിക്കണം, അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നത് ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുന്നത്, എനിക്ക് ട്രാജഡി മുംബൈയിലാണ് നടന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. ഇറ്റ്സ് കളക്റ്റീവ് വൈബ്രേഷൻ. ഡെഫിനറ്റ്ലി സിസ്റ്റർ ശിവാനി, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് ദുഃഖിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്, സൊസൈറ്റിയുടെ, നോംസിന്റെ, ഹ്യൂമൻ കൈൻഡ്സിന്റെ, അപ്പോൾ നമുക്ക് തന്നെ, മനുഷ്യർ തന്നെയാണ് തന്റെ വോയിസും റേസ് ചെയ്യണം. അപ്പോൾ നാം സ്റ്റേബിൾ ആയിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അർത്ഥം ആക്സെപ്റ്റ് ചെയ്യുകയാണ് ആ കാര്യത്തെ. Isn't it being a not doing things? You become very passive. Yes, like അർത്ഥം താങ്കൾ വളരെ സ്ലോ ആകുന്നു. താങ്കൾക്ക് തന്റെ കാര്യം പറയുന്നതിനും അവസരം വേണം. Absolutely. എന്നാൽ തന്റെ കാര്യം പറയുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. ഒന്നാം മാറ്റർ ചെയ്യുന്നു. രണ്ടാമത്തേത്, തന്റെ കാര്യം പറയുന്നതിന് വേണ്ടി ആദ്യം താങ്കളുടെ ചിന്തയിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നാം ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ, ആങ്കർ, പെയിൻ, ഹേർട്ട്, ആ ടൈമിൽ നാം ഏത് അറ്റാക്കിനെ പറ്റിയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഈ 3 ഫണ്ടമെന്റൽ ഇമോഷൻസ് വളരെ ഹെവിയാണ്. ആങ്കർ, പെയിൻ, ഹേർട്ട്, പ്രിസെന്റ്മെന്റ് ആൻഡ് സ്പെഷ്യലി അത് പൂർണ്ണമായും ഒരു ഫ്ലേവർ ക്രിയേറ്റ് ആയി എല്ലായിടത്തും ഇറ്റ് വാസ് ദെയർ. ദീസ് നാം എപ്പോഴാണോ ഈ 3 ഇമോഷന് വശപ്പെടുന്നത്, അപ്പോൾ ഡു വി ഹാവ് ദ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്? എന്താ ആ സമയം നമുക്ക് റൈറ്റ് ചിന്തിക്കാൻ കഴിയൂ, റൈറ്റ് സംസാരിക്കാൻ സാധിക്കൂ? അപ്പോൾ ഈ ഒരു കാര്യം, സ്പെസിഫിക് കാര്യം പോലും നോക്കുകയാണെങ്കിൽ എത്ര ദിവസം ന്യൂസിലായിരുന്നു, നാം കാണുന്നുണ്ടായിരുന്നു എന്ത് നടന്നു. സോ വി ഓൾസോ എവറിബഡി ഈസ് വെരി ആംഗ്രി, എവറി വൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്താ ചെയ്തത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. നാം എന്ത് ചെയ്തു എന്റെ ദേശം? എന്നാൽ കളക്റ്റീവ് ആങ്കർ ഉണ്ടായിരുന്നില്ലേ? കളക്റ്റീവ് ആങ്കർ ഉണ്ടായിരുന്നു. കളക്റ്റീവ് ആങ്കറിന്റെ റിസൾട്ട്, again, this is what people have seen. Again, see, if you want to voice your opinion, all the more you require stability. Without anger and reaction, നമ്മുടെ ശബ്ദം കൂടുതൽ, ഏതുപോലെ നോർമൽ ബി, അത് വലിയ കാര്യമാണ്. ചെറിയ കാര്യം പോലും ഓഫീസിൽ നാം കാണാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പോലും നാം എപ്പോഴാണോ വളരെ ഉറക്കെ പറയില്ലേ, അപ്പൊ അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവും. സോ ദ തിങ് ഇസ്, ഫസ്റ്റ് ഇസ് ഇമ്പാക്ട് ഓൺ യു. താങ്കൾ എന്ത് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, താങ്കളുടെ മേൽ അതിന്റെ ഇമ്പാക്ട്, പിന്നീട് കളക്റ്റീവായി സർവരുടെയും മേൽ അതിന്റെ ഇമ്പാക്ട്, പിന്നീട് അതിന്റെ എൻഡ് റിസൾട്ട്. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്ത് സംഭവിച്ചു? നമ്മൾ കൂടുതലൊന്നും ചെയ്തില്ല. നമുക്ക് കേവലം അതിനെപ്പറ്റി എത്ര ദിവസം ന്യൂസിലുണ്ടായിരുന്നു, നമ്മുടെ ന്യൂസിന്റെ കൂടെ ആയിരുന്നു. ആൻഡ് നമ്മൾ അതിനെ ഓഫീസിൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, വീട്ടിലും ആ കാര്യം പറഞ്ഞു. 10 ദിവസം 15 ദിവസം. ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്.
പിന്നെ അതിന് ശേഷം ന്യൂസ് ചേഞ്ച് ആയി, മറ്റെന്തോ കാര്യം വന്നു, ലോകത്തിന്റെ ഏതൊരു കോണിൽ ഈ പബ്ലിക് മെമ്മറി വളരെ ചെറുതാണ്. നാം അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും. ആരുടെ ജീവിതത്തിലാണോ അതിന്റെ ഇഫക്റ്റ് ഉണ്ടായത് അവർ ഇന്ന് വേദനയിലാണ്, അവർ ഇന്നും വേദനിക്കുകയാണ്. നാം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നുമില്ല. രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. നാം കേവലം ദേഷ്യപ്പെട്ടു. വാട്ട് ഇസ് ദാറ്റ് റിസൾട്ട്? ശരി, എന്നാൽ ഇനി കളക്റ്റീവ്ലി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇഫ് വി ഹാവ് ടു റിയലി ഡു സംതിങ് അതിന് വേണ്ടി, കാരണം ടു ബ്രിങ് ഔട്ട് എ ചേഞ്ച് ഈവൻ എന്തെങ്കിലും ചെയ്യാൻ പവർ വേണം. ഇനി നാം ഉള്ളോണ്ട് ഹേർട്ടാണ്, ദേഷ്യത്തിലാണ്, നാം വീക്കാണ്, ഉള്ളോണ്ട് വീക്കായി കേവലം ബഹളം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാകുമോ? വിൽ നോട്ട് റിയലി വർക്ക്. ആൻഡ് വി നീഡ് ടു റിമെമ്പർ അത് ചെയ്യണം, അത് ഈ രീതിയിൽ ചെയ്യണം. അത് പതുക്കെ പതുക്കെ എന്തായി മാറിക്കൊണ്ടിരിക്കും, ഹാബിറ്റ് ആവുന്നു. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? നാം അതിന്റെ ഇൻഫ്ലുവൻസിൽ വരുന്നു. വി നീഡ് ടു റിമെമ്പർ. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഡിറ്റാച്ച് ആയിരുന്നു കാണണം. ഞാൻ പെട്ടെന്ന് തന്നോട് തന്നെ ചോദിക്കണം, ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സോ ദാറ്റ് ലൈക്ക് ഐ വാസ് ഷെയറിംഗ് അറ്റ് ദ ബ്രഹ്മകുമാരീസ്, ഞങ്ങൾ കളക്റ്റീവ് മെഡിറ്റേഷൻ നടത്തുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ മാത്രമല്ല, ബട്ട് എവറി മന്ത് ഓൾസോ ഒന്നുണ്ട്. എവറി ഡേ ഞങ്ങൾ വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യുന്നു, 6:30 മുതൽ 7:30 വരെ. ഞങ്ങൾ 2 പ്രാവശ്യം ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും. വൺ ഇസ് ഇൻ ദ മോർണിംഗ്. ആൻഡ് ഇത് നാം വളരെ ക്ലിയർലി ഇതേപോലെ ധാരാളം ഓർഗനൈസേഷൻ കൂടി ചേർന്ന്, എങ്ങനെയെന്നാൽ മോർണിംഗിലെ മെഡിറ്റേഷൻ നമ്മുടെ മേൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. എൻ്റെ പരിശ്രമം നമ്മുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി. പിന്നെ വൈകുന്നേരത്തെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഫോർ സെർവിങ് ദ വേൾഡ്. രാവിലെ താങ്കൾ മെഡിറ്റേഷൻ ചെയ്തു, തൻ്റെ തന്നെ ഉള്ളിൽ പവർ നിറച്ചു. വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യൂ, ആൻഡ് ആ പവർ ജസ്റ്റ് സെൻഡ് ഇറ്റ് ഔട്ട് ടു ദ വേൾഡ്. Just send it out. Now when I came first to Brahma Kumaris, I just to know how this works. ഇതെങ്ങനെ നടക്കും? നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, നാം ഇവിടെ ഇരുന്ന് ചെയ്യുന്നു, and this is going out to the world. And for me it was a question mark ആയിരുന്നു. Does it really work? Yeah. Does എന്ത് നേട്ടം ഉണ്ടാവും? നാം ഇവിടെ ഇരിക്കുന്നു, അവർ മറ്റേതോ ദേശത്തിൽ, അവരിപ്പോഴും വേദനയിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് വളരെ പെട്ടെന്ന് പ്രാക്ടിക്കൽ പ്രൂഫ് അറിയാൻ പറ്റില്ല. ഇതുപോലെ വി യൂസ് ടു കോൾ ദിസ് ഡൊണേഷൻ ഓഫ് പീസ് ആൻഡ് പവർ. അതുകൊണ്ട് ഐ സെഡ്, ധനം ഡൊണേഷൻ ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും, വസ്ത്രം ചെയ്താൽ കാണാം. അർത്ഥം നമുക്ക് ഇത് അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ സീ ദാറ്റ് ഐ എം ഗിവിംഗ്. And I see the result then and there. ഐ സീ എന്ത് താങ്കൾ എന്താണോ വേണ്ടിയിരുന്നത് അത് താങ്കൾക്ക് ലഭിച്ചു. എന്നാൽ പ്ലീസ് ഡൊണേറ്റ് ചെയ്യൂ. അതത് താങ്കൾ വരേക്ക് എത്തുന്നു. ഇല്ല, ഐ വുഡ് നെവർ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ബട്ട് നൗ വൈൽ ആഫ്റ്റർ ഡൂയിങ് ഇറ്റ് ഫോർ മെനി ഇയേഴ്സ് ഐ ഹാവ് റിയലൈസ്ഡ് ഇറ്റ് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമുക്കതിൻ്റെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല, എങ്ങനെ എത്തി, എന്ത് സംഭവിച്ചു. എന്നാൽ എപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്? തോട്ട്സ് എനർജിയാണ്. പിന്നെ ആ ഓരോ തോട്ട്സും നാം ക്രിയേറ്റ് ചെയ്യുന്നത് അത് വൈബ്രേഷനാണ്. അത് എൻവിറോൺമെന്റിൽ പറക്കും. ആദ്യം എനിക്ക് ലഭിക്കുന്നു, എൻ്റെ സമീപം ആരുണ്ടോ അവർക്ക് ലഭിക്കുന്നു. ദെൻ ഗ്രാജുവലി ഐ അണ്ടർസ്റ്റുഡ്, അതായത് ഓരോ തോട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവ വൈബ്രേഷനാണ്. ഇറ്റ് ഡസൻ സ്റ്റേ ഇൻ, ഇറ്റ് റേഡിയേറ്റ്, ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ടു ദ എൻവിറോൺമെന്റ്. ആൻഡ് അത് ആരെ പ്രതിയാണോ ക്രിയേറ്റ് ചെയ്തത്, കാരണം ദാറ്റ്സ് വാട്ട് വി ഹാവ് സീൻ എവറി ടൈം. ഏത് തോട്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമോ അത് താങ്കൾ വരെ എത്തും. അപ്പോൾ നാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റിംഗ് തോട്ട്സ്. വി ഡോണ്ട് റിയലൈസ്. നാം എല്ലാം ഇന്ന് പറയാറുണ്ട് ലോകത്തിൽ ശാന്തി വേണം. എവ്രിവൺ ഈസ് ടോക്കിംഗ്. ലോകത്തിൽ ശാന്തി ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാകും? ഓരോരുത്തരും ശാന്തരായിരിക്കാൻ ഓട്ടോമാറ്റിക്കലി ശാന്തിയുടെ വൈബ്രേഷൻസ് പരക്കും, ഓട്ടോമാറ്റിക്കലി ശാന്തി ഉണ്ടാവും. നാം എല്ലാവരും അശാന്തരാണ്, എന്നിട്ട് പറയുന്നത് ലോകത്തിൽ ശാന്തി വേണം. ലോകം മീൻസ് വാട്ട്? കളക്ഷൻ അൺകോൺഷ്യസ് ഓഫ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ വേൾഡ്. ഓരോരുത്തരും, നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ സ്ഥിതി എന്താണ്? കളക്റ്റീവ് സർവരുടെയും മനസ്സിന്റെ സ്ഥിതി നാം എടുക്കുകയാണെങ്കിൽ അതാണ് ലോകത്തിന്റെ സ്ഥിതി. അപ്പോൾ നാം പറയുന്നത് എന്താണ്? ലോകത്തിൽ ശാന്തി ഉണ്ടെങ്കിൽ ഞാനും ശാന്തനാകും. ലോകം ശരിയാകുമ്പോൾ ഞാനും ശരിയാകും. ഞാൻ ശാന്തനാകുകയാണെങ്കിൽ ലോകത്തിൽ ശാന്തി വരും. അപ്പോൾ നൗ ബി ഐ കാൺ വെയിറ്റ്. മുഴുവൻ ലോകത്തിലെയും 600 കോടി ആൾക്കാർക്കും ശാന്തമാകുമ്പോൾ ലോകവും ശാന്തമാകും. എന്നാൽ ഓരോരുത്തരും ചെയ്യുമോ? ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുമോ? ആ പീസ്ഫുൾ വൈബ്രേഷൻ അപ്പോൾ ലോകത്തിൽ വരും. എന്നാൽ ഏറ്റവും ആദ്യം ഐ വിൽ ബി പീസ്ഫുൾ, മൈ ഫാമിലി വിൽ ബി പീസ്ഫുൾ, വേർ ഐ എം വർക്കിംഗ് വിൽ ബി പീസ്ഫുൾ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മെഡിറ്റേഷനിലെ വി ഡു ഇറ്റ് എവറി ഈവനിങ് 6:30 to 7:30, സെർവിങ് ദ വേൾഡ്, സെൻഡിങ് ഔട്ട് പവേഴ്സ് ഓഫ് പീസ്, ലവ് ആൻഡ് പവർ. And specifically every third Sunday of the month. ഇത് ഫിക്സഡ് ആണ്. All over the world every third Sunday of the month 6:30 to 7:30 എല്ലാ സഹോദരി സഹോദരന്മാരും സെൻട്രലിലെത്തും. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് മെഡിറ്റേഷൻ ഫോർ വേൾഡ് പീസ്. വിശ്വശാന്തിക്കായി നാം ഒരുമിച്ച് കൂടി മെഡിറ്റേഷൻ ചെയ്യുന്നു. In fact, it's such a beautiful aspect.
അതായത് ഇറ്റ് വിൽ മേക്ക് മീ ഫീൽ ഗുഡ് ദാറ്റ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ വേൾഡ്. ഇപ്പോൾ വരെയും സർവരും ഈവൻ പ്രോഗ്രാമിൽ പോലും നാം നമ്മുടെ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നമ്മുടെ മേൽ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എവിടെയെങ്കിലും എനിക്ക് ഹ്യൂമൻ എലമെന്റ് ഇത് സംഭവിക്കുന്നു, നമുക്ക് ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നാം ഇത്രത്തോളം ബിസിയാണ്, നമ്മുടെ ലൈഫിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ആരുടെയും വേദന അകറ്റാൻ സാധിക്കില്ല. സോ ദിസ് ഗിവ്സ് മീ സച്ച് എ ഗുഡ് ഫീലിംഗ്. ആക്ച്വലി വി ഷുഡ് നോട്ട് ട്രൈ ടു എക്സ്പീരിയൻസ് ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് താങ്കൾ മറ്റാർക്കോ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാലും ആദ്യം ആർക്കാ ലഭിക്കുന്നത്? എനിക്ക് തന്നെ ആദ്യം ഏറ്റവും ആദ്യം സേഫ് ഡു സംതിങ് ഫോർ യു. ഇറ്റ്സ് ഫോർ യു. ചിലപ്പോൾ അതിൽ ഇങ്ങനെയും സംഭവിക്കുക, അതിൽ എനിക്കൊരു ബെനിഫിറ്റും ഇല്ല, എന്നാൽ ഇതിൽ ഏറ്റവും ആദ്യം എനിക്ക് ലഭിക്കുന്നു. പിന്നെ എൻ്റെ തോട്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തുന്നു. ആൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്. എടുക്കുക മുഴുവൻ ദിവസവും ഇത് വളരെ എൻജോയ് ആണ്, എന്നാൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് സന്തോഷം. ദിസ് ഇസ് സംതിങ് ടു ബി എക്സ്പീരിയൻസ്ഡ്. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ്. നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതായി തോന്നും. ഗിഫ്റ്റ് ഏതുപോലെ ഗിഫ്റ്റ് പോലെയാണ്. ഐ ഹാവ് ടു ആസ്ക് മൈ സെൽഫ്, ഗിഫ്റ്റ് കൊടുക്കാനാണോ കൂടുതൽ ഇഷ്ടം അതോ ഗിഫ്റ്റ് വാങ്ങിക്കാനാണോ? ഇറ്റ് ഈസ് ഓൾവേസ് ദ ഗിവിംഗ്. ഗിവിംഗ് ഓഫ് എ ഗിഫ്റ്റ് താങ്കൾ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ താങ്കൾ എടുക്കും. യു ഓൾവേസ് സോ ഹാപ്പി ബിക്കോസ് ഗിവിംഗ് ഇസ് എ ഹ്യൂമൻ നേച്ചർ. എന്നാൽ അത് നാം നമ്മുടെ ബേസിക് നേച്ചറിനെ ഇന്ന് കുറച്ച് മറന്നു പോയിരിക്കുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഹാപ്പിനെസ്, ഗിവിംഗ് ലവ്, ഗിവിംഗ് പീസ്, വി ആർ വാണ്ടിങ്, asking for love, asking for peace. So let us experiment this meditation together. ഇൻഫാക്ട് സിസ്റ്റർ ശിവാനി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഈ മുഴുവൻ സംസാരത്തിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലായി എന്ത് പ്രോസസ്സാണ്, എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതിനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നാം എത്ര നേരം ടെലിവിഷന് മുൻപിലിരുന്നു. നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തു, അതിൽ പോലും ഇത് സംഭവിച്ചു. എത്ര ദിവസം വരെ നാം ടി വി കണ്ടുകൊണ്ടിരുന്നു, എത്ര ദിവസം വരെ ആ ചർച്ചയിലിരുന്നു, അത്രയും ദിവസം നമുക്കുള്ളിൽ പ്രഭാവം ഉണ്ടാക്കി. അതിനെപ്പറ്റി ഇമ്മീഡിയറ്റ്ലി നമുക്ക് കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റെന്തോ വന്നില്ലേ? സോ ഇറ്റ് മീൻസ് ഇറ്റ് ടുക്ക് ഓവർ അല്ലേ? സോ ദാറ്റ് മീൻസ് എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി എന്തായിരുന്നു? ഇഫ് യു റിയലി ഫെൽറ്റ് ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ്, ടി വിയിൽ നിന്ന് അത് മാറുകയും ചെയ്തു. ന്യൂസ് താങ്കളുടെ ഉള്ളിൽ വീണ്ടും അത് ഉണ്ടാവുകയായിരുന്നു. വാട്ട് എവർ യു തോട്ട്, ബിക്കോസ് തിങ് ഇസ് ഫിനിഷ്ഡ്. സോ ഇറ്റ്സ് നോട്ട് റിയലി ദാറ്റ് യു ഫെൽറ്റ് ദാറ്റ് ടൈം. അത് സംവൺ എൽസ് ചേഞ്ച്ഡ് ദ ടോപ്പിക്, നമ്മുടേതും ചേഞ്ച് ആയി. അപ്പം നമ്മുടെ റാഷണാലിറ്റി ചേഞ്ച് ആയി. അതാണ്, ദാറ്റ്സ് വാട്ട് വി സെഡ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ഏത് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം, ചൂസ് ചെയ്യണം, ദാറ്റ്സ് ഓവർ. ടു ബി അണ്ടർസ്റ്റുഡ്, അതായത് തുടക്കത്തിൽ ഞാൻ എന്താകുന്നു, ദർ ഇസ് എ സ്റ്റേജ് വെയർ വി ആർ സ്റ്റേബിൾ, വി ആർ ഡിറ്റാച്ച്ഡ്. നാം മുഴുവൻ പ്രോസസ്സും കണ്ടു. പിന്നീട് അതിനുശേഷം നമ്മുടെ ആൾക്കാരിൽ ജഡ്ജ്മെന്റ് ആകുക, അതായത് ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഏതൊരു സാധനത്തിൻ്റെയും. ആൻഡ് ദെൻ മുഴുവൻ ഇമോഷൻസ് നമ്മുടെ ഇത് ടേക്ക് ഓവർ ചെയ്യുന്നു. ഈ 3 പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ പുറത്തുള്ള ഏതെങ്കിലും, പിന്നീട് ഇത് എൻ്റെ ഹാബിറ്റ് ആകുന്നു, ജഡ്ജ്മെന്റിലാകുക, പിന്നെ ഫൈനലി ആ സിറ്റുവേഷനെ നമ്മെ കീഴടങ്ങാൻ അനുവദിക്കുക. ഇതിനെ താങ്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? നാം ടെലിവിഷന്റെ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ദാറ്റ്, കാരണം താങ്കൾ ഈ പ്രോഗ്രാമായും ബന്ധപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ അതിലും തൻ്റെ ആ ക്രിയേറ്റിവിറ്റിയെ കുറയ്ക്കാൻ അനുവദിക്കരുത്. താങ്കൾക്ക് എന്താണോ മനസ്സിലാകുന്നത് അത് ആക്സെപ്റ്റ്. അർത്ഥം വീണ്ടും വീണ്ടും നാം ഇത് പറയുന്നു, ബ്ലൈൻഡ് ഫെയ്ത്ത് വെക്കരുത്. അതുകൊണ്ടാണ് അനുഭവത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. എക്സ്പെരിമെന്റ്. അതായത് താങ്കളുടെ എക്സ്പെരിമെന്റ് പിന്നീട് താങ്കളുടെ എക്സ്പീരിയൻസ് ആയി മാറും. അതിന്റെ കൂടെ അതെങ്ങനെയാകും അത് താങ്കൾക്ക് പരിശ്രമിച്ച് നേടാം. താങ്കളുടെ മനസ്സിൽ ഏതെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ താങ്കൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഇമെയിൽ ID shivajyotimedia@gmail.com. അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസിൽ ഇന്ന് നാം മെഡിറ്റേഷന്റെ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് സിസ്റ്റർ ശിവാനി പോകെ പോകെ കുറച്ച് അനുഭവം കൂടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരയ്ക്കും നാം മെഡിറ്റേഷൻ ചെയ്തു. ഇന്നതിൻ്റെ പുതിയ ആസ്പെക്ട് കാണുകയാണ്, അതായത് ഹൗ ഐ ക്യാൻ ക്രിയേറ്റ് വൈബ്രേഷൻസ് ഓഫ് പീസ് ആൻഡ് സെൻഡ് ഔട്ട് ടു വേൾഡ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പെസിഫിക്കലി ആൾക്കാരെ പറ്റി ചിന്തിക്കേണ്ട, ആ ശാന്തിയുടെ സങ്കല്പം, ആ അനുഭൂതി, and then I sent it to the world. Don't sit and think അത് ആര് വരെ എത്തും, എവിടം വരെ എത്തും, അങ്ങനെയല്ല. just send it out with a pure feeling and pure intention and it will reach to them. Sit comfortably. പുറത്തുള്ള ദിവസത്തെയും വിഷമിക്കുന്ന കാര്യങ്ങളിൽ നിന്നും തൻ്റെ ബുദ്ധിയെ മാറ്റി സ്വയത്തിലേക്ക് കൊണ്ടുവരൂ. I, that powerful being, മുഴുവൻ സങ്കല്പവും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. I am the creator of every thought. I am a peaceful being. ശാന്തി എൻ്റെ യഥാർത്ഥ സ്വഭാവമാണ്.
എൻ്റെ സ്വന്തം നേച്ചറാണ്. ഈ ശാന്തിയുടെ വൈബ്രേഷൻസ്, ഈ ശാന്തിയുടെ ശക്തി എന്നിൽ നിന്ന് ആരംഭിച്ച് മുഴുവൻ വിശ്വത്തിലും എത്തിച്ചേരുന്നു. കാണുന്നതിനായി പരിശ്രമിക്കൂ. വൈബ്രേഷൻസ് ഓഫ് പീസ്. ഇറ്റ്സ് ലൈക്ക് എ ലേസർ ബീം. എന്നിൽ നിന്ന് പുറപ്പെട്ട് മുഴുവൻ വിശ്വത്തിലേക്കും പോകുന്നു. വിശ്വത്തിലെ ഓരോരോ ആത്മാക്കളിലേക്കും എത്തിച്ചേരുന്നു. ഓം ശാന്തി.